ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. അമേരിക്കയുടെ മുൻ പ്രസിഡന്റും സമാധാന നോബൽ പുരസ്കാര ജേതാവുമായ ജിമ്മി കാർട്ടർ അന്തരിച്ചു. ജോർജിയയിലെ സ്വവസതിയിലായിരുന്നു അന്ത്യം. അമേരിക്കയുടെ 39ാമത്തെ പ്രസിഡന്റായിരുന്നു. ശ്രീനിധിയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകാനുള്ളത്. ശ്രീനിധി, അമേരിക്കയുടെ 39ാമത്തെ പ്രസിഡന്റാണ്. കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹം ക്യാൻസർ ബാധിതനായിരുന്നു. എങ്കിലും US തെരഞ്ഞെടുപ്പ് ഈ കഴിഞ്ഞ മാസം നടക്കുന്ന സമയത്തും വോട്ട് ചെയ്യുന്നതിന് വേണ്ടി എത്തിയിരുന്നു. കഴിഞ്ഞ വർഷം ഫെബ്രുവരി മുതൽ വീട്ടിൽ തന്നെ ആശുപത്രി സജ്ജീകരിച്ച് ആ ക്രമീകരണങ്ങളുമായാണ് അദ്ദേഹത്തിന്റെ ജീവിതം കഴിഞ്ഞ ഒരു വർഷമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. എപ്പോഴാണ് ഈ അന്ത്യം സംഭവിക്കുന്നത്? 100ാമത്തെ വയസ്സിലാണ് വിടവാങ്ങൽ. അതെ, അന്ന പറഞ്ഞതുപോലെ തന്നെ ഏതാനും അല്പസമയത്തിന് മുന്നെയാണ് ജിമ്മി കാർട്ടറിൻ്റെ വിയോഗം നമ്മൾ അറിഞ്ഞത്. മാത്രമല്ല, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ 39ാമത്തെ പ്രസിഡന്റാണ് ജിമ്മി കാർട്ടർ. അതിനു പുറമെ അമേരിക്കൻ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്ന, ഏറ്റവും കൂടുതൽ പ്രായം ജീവിച്ചിരുന്ന ഒരു പ്രസിഡന്റ് കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ പ്രവർത്തനം എന്നത് മാനുഷിക പ്രവർത്തനമായിരുന്നു. മാനുഷിക പ്രവർത്തനത്തിലൂടെ ജനങ്ങളെ ഏകോപിപ്പിക്കുക, ജനങ്ങളുടെ ക്ഷേമകാര്യത്തിൽ കൂടുതൽ പങ്കാളിയാവുക എന്നത് തന്നെയായിരുന്നു ഒരു പ്രസിഡന്റ് എന്ന നിലയിൽ ജിമ്മി കാർട്ടർ ചെയ്തത്. അതുകൊണ്ട് തന്നെയായിരുന്നു മാനുഷിക പ്രവർത്തനത്തിന് അദ്ദേഹത്തിന് നോബൽ പ്രൈസിന് കൂടി അദ്ദേഹം അർഹനായിട്ടുണ്ട്. മാത്രമല്ല, ഇസ്രയേലിനും ഈജിപ്തിനും ഇടയിലുള്ള ഒരു സമാധാന അന്തരീക്ഷം തീർക്കാൻ ഒരു പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹം കൂടുതൽ പരിശ്രമിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ജിമ്മി കാർട്ടർ എന്നൊരു പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹത്തിന് ഒരു മാനുഷികതയുള്ള ഒരു പ്രസിഡന്റായി, മാനുഷിക പരിഗണന ജനങ്ങൾക്ക് നൽകുന്ന ഒരു പ്രസിഡന്റായി മാറുകയും ചെയ്തത്. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതൃത്വത്തിലാണ്, പാർട്ടിയുടെ ഒരു ലീഡറായിട്ട് തന്നെയായിരുന്നു അദ്ദേഹം പിന്നീട് പ്രസിഡന്റ് ആയതും. അദ്ദേഹത്തിന് എല്ലാ നേതൃത്വപരമായ പ്രവർത്തനങ്ങളിലും അദ്ദേഹം മുന്നിട്ടിറങ്ങിയത്. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ വിയോഗം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു തീരാ നഷ്ടം തന്നെയാണ്. മാത്രമല്ല, അന്ന പറഞ്ഞതുപോലെ തന്നെ ക്യാൻസർ എന്നൊരു മാറാരോഗത്തെ തന്നെ അതിജീവിച്ച അദ്ദേഹം ഈ ഒരു പ്രായത്തിലും, ഈ ഒരു 100ാം വയസ്സിലും എല്ലാ അസുഖത്തെയും തരണം ചെയ്തുകൊണ്ട് തന്നെ തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷ ഒരുപക്ഷെ എല്ലാവർക്കും ഉണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ മറികടന്നുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു 39ാമത്തെ പ്രസിഡന്റ് എന്നതിനപ്പുറം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ രീതിയിലും മാനുഷിക പരിഗണന കൊണ്ടും എല്ലാം കൊണ്ടും തന്നെ ജനങ്ങളിൽ കൂടുതൽ പ്രവർത്തിച്ച ഒരു നേതാവ് തന്നെയായിരുന്നു കാർട്ടർ. ശ്രീനിധി ആണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയ. US മുൻ പ്രസിഡന്റ്, 39ാമത്തെ പ്രസിഡന്റായിരുന്ന ജിമ്മി കാർട്ടർ വിടവാങ്ങിയിരിക്കുന്നു. 100ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ. ഏതാണ്ട് 1.5 വർഷമായി അദ്ദേഹം ക്യാൻസർ ചികിത്സയിലായിരുന്നു ഉള്ളത്. അമേരിക്കയുടെ ഏറ്റവും പ്രായം ചെന്ന പ്രസിഡന്റ്, ജീവിച്ചിരുന്ന പ്രസിഡന്റ് എന്ന നിലയ്ക്ക് കൂടി സമാധാന നോബൽ പ്രൈസിന് അംഗീകാരം തേടിയെത്തിയിട്ടുള്ള, മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിച്ചിട്ടുള്ള, പ്രവർത്തിച്ചിട്ടുള്ള ഒരു പ്രസിഡന്റിനെയാണ്, മുൻ പ്രസിഡന്റിനെയാണ് അമേരിക്കയ്ക്ക് നഷ്ടമാകുന്നത്. ശ്രീനിധി ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.